അപ്പോൾ ഗൈസ് നമ്മുടെ മേമേൻ്റെയും തസ്ലിൻ്റെയും അല്ല തസ്ലിൻ്റെയും നാളെ പോവുകയാണ്. അപ്പോൾ ഇത് ആൻറ്റി നിച്ചയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാപ്പച്ചിൻ്റെ ഫ്രണ്ടാണ് ഇബ്രാഹിക്ക. അപ്പോൾ ഇബ്രാഹിക്ക എന്താ ആദ്യം കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇതാ നമ്മൾ കസിൻസ് കുറച്ച് ആൾക്കാർ ഇവിടെ നിന്നിങ്ങനെ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഹയ എണീറ്റിട്ടില്ലായിരുന്നു. ഹയ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഹയക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വേഗം എൻ്റെ മാറ്റലും കുളിയൊക്കെ കഴിഞ്ഞ് ഹയനെ മാറ്റിച്ച് വേഗം ഫുഡൊക്കെ കൊടുത്ത് ആ ഒരു സമയം കൊണ്ട് എല്ലാവരും വേഗം മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പാപ്പച്ചുമ്മച്ചൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ആൻറ്റി നെച്ചയൊക്കെ രാവിലെയായിരുന്നു എത്തിയത്. തെസിലിനെ പോവായത് കൊണ്ട് തന്നെ തലേന്ന് തെസിലിനാൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ പാപ്പച്ചുമ്മച്ചും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാരും ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരെയും ഇങ്ങനെ കേറ്റൊക്കെ ചെയ്ത് ഉമ്മച്ചിയും ബാപ്പച്ചൊക്കെ അവരോട് കുറച്ച് വർത്താനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബാപ്പച്ചിൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഇച്ചായൻ ഇതാ ആദ്യമൊക്കെ പോയി കൂട്ടൊക്കെ ചെയ്ത് അപ്പം ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർ വരുന്നതൊക്കെ ഷൂട്ട് ചെയ്തതിൻ്റെ ഇടയിലാണ് ഞാൻ റൂമിൽ പോയപ്പോൾ ഹയയും ദൂയും കൂടി റിനുവിനെ കൊണ്ട് മേക്കപ്പൊക്കെ ഇടിയിക്കുന്നു. അപ്പോൾ ഇതാ പായസമൊക്കെ കൊണ്ടിത്താത്ത എല്ലാവർക്കും വന്നവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുടിച്ചവർക്കെല്ലാം പായസത്തിനെ പറ്റി നല്ല അഭിപ്രായം തന്നെ ആയിരുന്നു. നല്ല അടിപൊളി പായസം തന്നെയായിരുന്നു. അപ്പോൾ ഇതാ ഓരോരുത്തർ വരുന്നുണ്ട്. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പായസമൊക്കെ കുടിക്കുന്നുണ്ട്. റിനു വന്നാൽ പിന്നെ എനിക്ക് ഹയനെ നോക്കലൊരു പണിയേ അല്ല. ഞാൻ പിന്നെ നോക്കാന്ന് പറഞ്ഞാൽ തന്നെ ഹയ എൻ്റെ കൂടെ വരുമില്ല. റിനുവും പിള്ളേരും ഇവിടെയുണ്ട് ഗൈസ്. ഷായത്തെ വന്ന് കയറുമ്പോൾ തന്നെ ഞാൻ വീഡിയോ കൊണ്ട് വരുന്ന കണ്ടപ്പോൾ ഉള്ള ചിരിയാണ് അത്. അപ്പോൾ ഇതാ എല്ലാവരും മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നാപ്പു നിബു ഫായി മാമനൊക്കെ എത്തിയിട്ടുണ്ട്. അവർ കോഴിക്കോട് നിന്ന് ഇന്ന് രാവിലെയാണ് വന്നത്. അപ്പോൾ ഇതാ അവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തർ രണ്ട് സംസാരമൊക്കെ സംസാരിച്ച് വേഗം അവർക്ക് ഭക്ഷണം കൊടുത്തു. നിബു അപ്പോൾ ദാ റിയയും റിനു ഉണ്ടെങ്കിൽ പിന്നെ മക്കളെ കാര്യങ്ങളൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട, അവരങ്ങ് നോക്കിക്കോളും. അങ്ങനെ അവർ ദാ മക്കൾസിന് മിഠായിയും ജ്യൂസ് കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ മൊയിലത്ത് തുടങ്ങുന്ന സമയം ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഉമ്രക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ മാമൻ ഉമ്മച്ചിക്ക് കുറച്ച് റിയാല് കണ്ടു കൊടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മാമൻ വേഗം ഓടിപ്പോയി അവിടെ ഇരുന്നു. അപ്പോൾ അതങ്ങനെ എണ്ണി ഉമ്മച്ചിൻ്റെ ബാഗിലൊക്കെ എടുത്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ അമ്മായിമാരൊക്കെ പായസം കുടിച്ചോണ്ട് നിൽക്കാണ്. മൊയിലൂത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പൈസയൊക്കെ കവറിലേക്ക് വേഗം ആക്കി വെക്കുന്നുണ്ട്.
നമുക്ക് മൗലൂദ് തുടങ്ങാൻ ഏകദേശം സമയം ആയപ്പോഴത്തേക്ക് നമ്മൾ കസാര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. വലിയ മക്കളൊക്കെ ഇവിടെ ഇരുന്ന് വർത്താനം പറയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കസാരയൊക്കെ എടുത്ത് വെക്കുന്നത് ഹാദിയും ഹൃദയും കൂടി. അപ്പം ഞാൻ അവരെ കുറേ ട്രോളൊക്കെ ചെയ്തു. ഇങ്ങനെ കുട്ടിയെ കരയിപ്പിക്കാൻ പാടില്ല. അത് കേറി വരുമ്പോ തന്നെ കുട്ടി ഉമ്മാനെ കണ്ടിട്ട് അപ്പോൾ ഇത് നമ്മൾ മൗലൂദിന് വേണ്ടിയിട്ട് നിലത്തൊക്കെ ഇങ്ങനെ വിരിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉസ്താദുമാർ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം സെറ്റായി നിൽക്കണമല്ലോ. ഇപ്പോൾ നഫും ചിന്നും തസ്ലിനൊക്കെ എത്തിയിട്ടുണ്ട്. ചിന്നു വരുമ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കി, പല്ല് ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും മാസ്ക് ഇട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ തെസിലിന് എത്തിയിട്ടുണ്ട്. ഉമ്മച്ചിയും തെസിലിനെയും കൂടെ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ മൗലൂദ് കഴിഞ്ഞ് തെസിലിനെ വേഗം തെസിലിൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഇത്താദൻ്റെ ഉമ്മയും വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇത്താദക്കും ഉമ്മക്കൊക്കെ മടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിക്കുകയാണ് ചെയ്തത്. അപ്പം ഭക്ഷണം നമുക്ക് മഴയായത് കൊണ്ട് തന്നെ നമ്മുടെ ബാക്കിലൊക്കെ ചളിയും സ്ഥലമില്ലാത്ത പ്രശ്നമൊക്കെ കൊണ്ട് നമുക്ക് വെച്ച് തരുന്ന ആളുടെ വീട്ടിൽ നിന്നാണ് ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് സാധനമൊക്കെ വാങ്ങി കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇതെല്ലാവരും കൂടെ അത് പിടിച്ച് നമ്മൾ അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അഭിനയിക്ക് കഷ്ടപ്പെടി അതോ കൈ ഞാൻ പണിയെടുക്കുന്ന കണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് എന്നും പറഞ്ഞ് കുറച്ച് എന്നെ ട്രോളും ഒക്കെ ചെയ്ത്. ആക്ച്വലി ഞാൻ പണിയെടുക്കുന്നതാരും കാണാണ്ടാവുന്ന വിചാരിച്ച ഒരു വീഡിയോ എടുക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേദന ഇതാണ് ഇത്താടൻ്റെ ഉപ്പ. വൈഫൈ റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് റിനു എന്നെ അടിക്കുന്നതാണിത്. അപ്പോൾ ഇതാ ഉസ്താദുമാരൊക്കെ എത്തി. നമ്മുടെ മൗലൂദ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ മേലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മേലെ നമുക്ക് കുറച്ചുകൂടെ ഈ വിഷ്വൽസൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഉസ്താദുമാരും ആണുങ്ങന്മാരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഭാഗ്യത്തിനായിരുന്നു ഇന്ന് മഴയില്ലാതിരുന്നത്. അല്ലാണ്ട് 2 ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അപ്പം നമ്മൾ ഉള്ളിലായിരുന്നു എല്ലാം സെറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചത്. കാരണം മഴയാണെങ്കിൽ എല്ലാവരും നനയുമല്ലോ. അപ്പം വെയിൽ കണ്ടപ്പോൾ നമുക്കൊരു സമാധാനമായിരുന്നു. കാരണം നമ്മളെല്ലാം പുറത്തുതന്നെ സെറ്റ് ചെയ്തു. ആ ഒരു ദിവസം അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല. നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴാണൊന്ന് മഴ പെയ്തത്. അപ്പോൾ ഇതെല്ലാവരും നല്ല രീതിയിൽ പണിയെടുക്കുകയാണ്.
അതിൻ്റെ ഇടയിൽ തഹസിലിനെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് ഇങ്ങനെ നാളത്തെ പോക്കിനെ പറ്റി പറയുകയും പൊരുത്തപ്പെടുകയൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. റിനു വന്നപ്പോൾ മുതൽ റെസ്റ്റ് ഇല്ലാണ്ട് ഇവർ രണ്ടുപേരെയും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ഇവിടെ ഇരുന്നിട്ടുണ്ട്. ആണുങ്ങന്മാർക്ക് പുറത്തും പെണ്ണുങ്ങന്മാർക്ക് അകത്തുമായിട്ടാണ് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തത്. തഹസിലിനൊക്കെ വേഗം പോകേണ്ടത് കൊണ്ട് തന്നെ ചിന്നും തഹസിലിനെയും ഫസ്റ്റ് ട്രിപ്പിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവരാണ് നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കിയ ആൾ. അടിപൊളി ഫുഡായിരുന്നു, ഭയങ്കര അഭിപ്രായമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റീനു ഉണ്ടെങ്കിൽ എനിക്ക് മക്കളെ നോക്കണ്ടെന്ന്. അപ്പോൾ റീനു ഇതാ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ലാസ്റ്റ് ട്രിപ്പിൽ നമ്മുടെ ആൺകുട്ടികൾ ഇരുന്നിട്ടുണ്ട്. അവർ സപ്ലൈയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ആണുങ്ങന്മാരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങന്മാർ നമ്മൾ പുറത്തേക്ക് കുറച്ച് പേരെയും അകത്ത് കുറച്ച് പേരെയും ആക്കിയിട്ടാണ് പിന്നെ ലാസ്റ്റ് ഫുഡ് കഴിച്ചത്. നാലാമത്തെ ട്രിപ്പോളെ ഞാൻ ഒരു മോളിൽ തന്നെ റൂമും മറ്റേ കഴിക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാവരും ഭക്ഷണം കഴിക്കലും കഴിഞ്ഞ് നമ്മൾ വീട് ക്ലീനാക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇതാ പിന്നെ നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. പൈസ കൊടുക്കൽ. നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ച പൈസ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഉമ്മച്ചി. നമ്മൾ വലിയ ആൾക്കാർക്ക് 250 രൂപയും അതുപോലെ മക്കൾക്ക് 100 രൂപയും ഇതാണ് കൊടുത്തത്. ഉമ്മച്ചി ഇങ്ങനെ എല്ലാവർക്കും കൊടുത്ത് ഉമ്മക്ക് കൊടുക്കും ഇത്താതെ എന്നെ ബേക്കെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യക്ക് കൊടുക്കേണ്ട അത് സങ്കടപ്പെടും. അന്ന് മോഞ്ചി 3 നിബുന് പൈസ കൊടുക്കാൻ പോയപ്പോ നിബു ഓടുകയാണ്. അയ്യോ വീഡിയോ എന്നും പറഞ്ഞിട്ട്. എല്ലാവർക്കും ഉമ്മച്ചി ഉമ്മ കൊടുക്കുമ്പോൾ നിബുവിന് എങ്ങനെ ഉമ്മ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ നിബു വേഗം അവിടെ ഇരുന്ന് കൊടുത്ത്. ഇത്രയും നേരം നല്ല സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ മൂത്ത ആൻറ്റി നെച്ചിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഉമ്മച്ചീൻ്റെ എന്താ പറയുക ഉമ്മച്ചിൻ്റെ കയ്യിൽ നിന്ന് പോയി അത്. ഉമ്മച്ചി കരയുമ്പോൾ എന്തിനാ കരയുന്നത്, നല്ല സ്ഥലത്തേക്ക് പോകുമല്ലേ എന്നൊക്കെ ചോദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്താത്ത നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ഇതാ ഉമ്മച്ചി മക്കൾക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്.
അങ്ങനെ എല്ലാവർക്കും പൈസയൊക്കെ കൊടുത്ത് കുറച്ച് സമയം എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനം പറയും ചായ കുടിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ